പ്രിയപ്പെട്ടവരെ, കോഴിക്കോട് ഈ മാസത്തെ 27-ാം തീയതി മുതൽ ഒരു ഭാരത് കേരള അത്ലറ്റ് മീറ്റ് എന്ന് പറയുന്ന ഒരു കായിക പരിപാടി നടക്കുന്നുണ്ട്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കായിക രംഗത്ത് വലിയ മികവുള്ള അതിൻ്റെ മാറ്റുരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളൊന്നുമല്ല. തങ്ങളുടേതല്ലാത്ത കുറ്റത്താൽ ഈ ഭൂമിയിൽ ശാരീരിക മാനസികമായിട്ടുള്ള വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് ജനിക്കാനിടയായിട്ടുള്ള കുട്ടികളുടെ ആളുകളുടെ ഒരു പരിപാടിയാണത്. അതുകൊണ്ട് നമുക്കറിയാം, പലതരത്തിലുള്ള പരിപാടികളൊക്കെ, കലാപരിപാടികളും കായിക പരിപാടികളൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ വേറിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടിയാണിത്. ശാരീരിക മാനസിക വൈകല്യങ്ങൾ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും അത്തരം വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ. ഈ ലോകത്ത് നമ്മളൊക്കെ കുട്ടികളെ സ്നേഹിക്കുന്നവരാണ്, നമുക്കൊക്കെ മക്കളുണ്ട്. പക്ഷേ എന്നേക്കാൾ മുമ്പേ എൻ്റെ കുഞ്ഞ് മരിച്ചു പോകണേ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകളെക്കുറിച്ച് നിങ്ങളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ കുറേ ആളുകൾ ഈ ഭൂമിയിലുണ്ട്. കാരണം എനിക്ക് ശേഷം എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ, എൻ്റെ കുഞ്ഞ് എന്തായിത്തീരും, അവരുടെ ഭാവി എന്തായിത്തീരും എന്നറിയാത്ത, എന്ന് വേവലാതിപ്പെടുന്ന, വ്യാകുലപ്പെടുന്ന, അത് തന്നെ ചിന്തിച്ച് രാത്രിയും പകലുകളും ഒക്കെ തന്നെ വേദനയിലൂടെ കഴിഞ്ഞു പോകുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട്. അവരോട് സഹതാപമോ അല്ലെങ്കിൽ സിമ്പതിയോ വേണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ എമ്പതി എന്ന് പറയുന്ന ഒരു സംഗതി നമുക്ക് ആവശ്യമാണ്. കാരണം എമ്പതി എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഹോമോസാപ്പിയൻ എന്ന് പറയുന്ന ജീവിയെ ഹ്യൂമൻ ബീയിങ് ആക്കുന്നത്. നമ്മുടെ മനുഷ്യർ എന്നുള്ള രീതിയിൽ നമ്മൾ അടയാളപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി എമ്പതി എന്ന് പറയുന്ന ഒന്നാണ്. നമുക്കിത്തരം ആളുകളോട് എമ്പതി ആവശ്യമാണ്. അപ്പോൾ അവരുടെ ഒരു മേള നടക്കുകയാണ്. ആ കുട്ടികൾ വളരെ നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികളാണ്. ഈ ലോകത്തെക്കുറിച്ചുള്ള അതിൻ്റെ കാപട്യങ്ങളെക്കുറിച്ചോ അതിൻ്റെ തട്ടിപ്പുകളെക്കുറിച്ചോ ഒന്നും അറിയാത്ത കുട്ടികളാണ്. അവരെ നമുക്ക് സ്നേഹിക്കാം, അവരോടൊപ്പം നിൽക്കാം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള നിങ്ങളുടെ മനസ്സുകൊണ്ടും എൻ്റെയും നിങ്ങളുടെയും ഒക്കെ സാന്നിധ്യം അവിടെ ഉണ്ടാവണം, മനസ്സുകൊണ്ടും ഒക്കെ തന്നെ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. എല്ലാവർക്കും നന്ദി.